ഈ പള്ളിയിൽ നിന്ന് ഈ മിഷേലിനെ ഫോളോ ചെയ്യുന്ന രണ്ടുപേരുടെ ദൃശ്യം കിട്ടിയിരുന്നു. അത് ഞങ്ങള് പള്ളിയിൽ ചെന്ന് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഫോളോ ചെയ്യുന്ന രണ്ടുപേരുടെ ദൃശ്യം കിട്ടിയത്. അപ്പൊ ആദ്യം നിങ്ങൾ പോലീസുകാരെ കാണിച്ചില്ലയോ? അല്ല, ഏറ്റവും ആദ്യം ആ കാര്യം ഏറ്റവും ആദ്യം മുതൽ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അവരെന്താ പറഞ്ഞേ? അപ്പൊ അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചൊരു സംഭവമില്ല. ഈ രണ്ടുപേര് ആരാണെന്നുള്ളത് രണ്ടുപേരുടെ കൃത്യമായ വീഡിയോ ഉണ്ട്. അവരുടെ ബൈക്ക് ഏത് കമ്പനിയുടെ ആണെന്ന് വരെ അറിയാം. അവർ രണ്ടുപേരും ഹെൽമെറ്റും ധരിച്ചിട്ടില്ല. അവര് നിങ്ങളുടെ ലെവലിൽ അത് അന്വേഷിക്കാൻ പറ്റുമോ? ഇതാരാണ് ഈ ഞങ്ങൾ എങ്ങനെയാ സ്വകാര്യ ഏജൻസികളെ ഇത് ടൂ വീലറൊക്കെ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ. പക്ഷെ അത് അവർ പുറത്തു വിടുന്നു. പോലീസിന് അറിയാം, കൃത്യമായിട്ട് അറിയാം. കാരണം ഇന്നിപ്പോ നമ്മള് ഒരാളുടെ കൃത്യമായ ദൃശ്യം കിട്ടിയില്ലെങ്കിൽ പോലും ആ ഛായാചിത്രം വരച്ച് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഈ മോളില് പള്ളിയിൽ നിന്ന് ഇറങ്ങണ ആ കൃത്യസമയത്താണ് ഇവർ അവിടെ വരുന്നത്. അപ്പൊ അത് കൃത്യസമയത്ത് വരികയും കൊച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സമയം തന്നെ ബൈക്ക് അവിടെ കൊണ്ടു നിർത്തുകയും കൊച്ച് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ അകത്തേക്ക് കയറിയും ഇവർ രണ്ടുപേരും മൊബൈൽ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം TV കാണാം. ഞങ്ങൾ അതിന്റെ എല്ലാം വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കോടതിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് സംശയത്തിന്റെ പുകമറ മാറണമല്ലോ, അല്ലേ? എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഈ മത്സരത്തിന്റെ ഫലമായിട്ട് വല്ല കാശും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്തെങ്കിലും മോളുടെ പേരിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം, അവളുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി, അല്ലേ? നമുക്ക് കേസ് നടത്താൻ വേണ്ടി മാത്രമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? സാമ്പത്തികം എന്ന് വെച്ചാൽ ഞങ്ങള് ആദ്യം ഞങ്ങൾക്ക് കടയായിരുന്നു ഈ സമയത്തെ. ആ കട മോളുടെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 6-7 വർഷമായിട്ട് വരുമാനം കുറവായിരുന്നു. ഓക്കെ. അപ്പൊ മാത്രമേ കേസ് നടത്താനൊക്കെ നല്ല ചെലവും ചെലവ് വരും. അപ്പൊ ഇതിലെ ഈ കേസിന്റെ അന്വേഷണത്തിനിടയില് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത് ഈ കേസ് എവിടെയും ഒതുക്കി തീർക്കാൻ വേണ്ടി ഒരാളിൽ കുറ്റം ആരോപിക്കണല്ലോ. അതിനുവേണ്ടി പോലീസ്. ആരായിരുന്നു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആള്? അത് ക്രോൺ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. അല്ലെ മോളുമായിട്ട് എന്തെങ്കിലും പ്രണയമോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ലായിരുന്നു. ആ മോളെ അവൻ എങ്ങനെ പറഞ്ഞു? അവൻ ഇവളെ ഇത് ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തോണ്ട് ശല്യപ്പെടുത്താറുണ്ട്. അവന് ഞങ്ങളുടെ അവളുടെ മോളുടെ ഗ്രാൻഡ് ഫാദറിന്റെ റിലേഷനിലുള്ളൊരു മോളെ അവന്റെ പപ്പയുടെ അനിയൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയാമല്ലോ. എവിടെയായുള്ള സ്ഥലം? പാലച്ചോടാണ്. ഓക്കെ. അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടോ? അയാളെ അറസ്റ്റ് ചെയ്ത് ആദ്യം 30 ദിവസം അങ്ങോട്ട് ജയിലിലിട്ടായിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ വിട്ടു. ഇപ്പൊ അയാളാ കേസിലില്ല. അയാളാ കേസിലുണ്ട്. ആ പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഇവന്റെ മെസ്സേജ് മോളിലേക്ക് ചെന്ന് മോളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി മോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് പോലീസ് കൊണ്ടുവന്നേക്കണേ. പക്ഷെ കഥ അങ്ങനെയൊന്നുമല്ല. ഇയാളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയായിരുന്നു മോളുമായിട്ട് ഇങ്ങനെ സൗഹൃദമുണ്ട്, പരിചയമുണ്ടെന്ന്? വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഈ മെസ്സേജുകളുണ്ടോ? മോൾ അയച്ച മെസ്സേജോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മോളുടെ ഫോണിലുണ്ട്. മെസ്സേജ് അയച്ചതായിട്ട് പോലീസ് പറയുന്നു. പക്ഷെ ആ മെസ്സേജ് എന്താണെന്ന് ഫോൺ കിട്ടിയില്ലെങ്കിലും ആ മെസ്സേജ് എടുക്കാൻ പറ്റുമല്ലോ. മെസ്സേജ് എടുക്കാൻ പറ്റും. അത് ഇവര് പറയുന്നില്ല. അപ്പൊ മെസ്സേജ് എടുത്തായിട്ട് അറിയാമോ? അവര് മെസ്സേജ് അയച്ചേക്കണത് അപ്പൊ ഒരാളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. കുറെ അന്വേഷണം പാതി വഴിയിലാണ്, അല്ലേ? ഈ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഹൈക്കോടതി തന്നെ ചില വിധികളിൽ വന്നിട്ടുണ്ട്. ഇപ്പം അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ സംശയങ്ങളെല്ലാം മാറ്റി കൊടുക്കണം എന്നുള്ള രീതിയിൽ കോടതി വിധികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കേസിൽ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല, അല്ലേ? കേസ് അത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് കോടതി ഞങ്ങളോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഇതുവരെയുള്ള അന്വേഷണം ഈ അപ്പനമ്മയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ ഞങ്ങളെ ഒരു കാര്യവും ഇതുവരെ അവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ മുമ്പിലുള്ള വഴി എന്താണ്? ഞങ്ങളുടെ മുമ്പിൽ ഇത് കേരള പോലീസ് ഈ കേസിനെ അട്ടിമറിച്ച് ഒതുക്കി വെച്ചേക്കുവാണ്. അപ്പൊ കേരള പോലീസിൽ നിന്ന് ഇനിയൊരു വിധി ഉണ്ടാകും. അതിനൊരു അന്വേഷണം നല്ല രീതിയിൽ. മിഷേലിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കും വരെ നിങ്ങൾ പൊരുതും. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകും. നിയമപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ ഒപ്പം കുറെ ആളുകൾ അവിടെ ഒരു സമിതിയൊക്കെ ഉണ്ടായില്ലേ? ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മിഷേല് എങ്ങനെ മരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അമ്മയച്ഛൻ എന്നുള്ളതിൽ അറിയാൻ നിങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവകാശമാണ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. നമ്മളൊക്കെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യാം. ഇതിനകത്ത് ഈ CA അനന്ത്ലാൽ സാറ് ഉണ്ട്,
അതുപോലെ അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ അവരെല്ലാം ഇതിനകത്ത് നല്ലപോലെ പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആനന്ദലാൽ സാറിനെയൊക്കെ നിർദ്ദേശിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കണം. അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഈ ബോഡി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിറ്റേ ദിവസം തരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ പോസ്റ്റ്മോർട്ടം പിറ്റേ ദിവസം 10:30 മണിക്ക് ഇവിടുന്ന് മാറ്റാനുള്ള കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിലെ സർജൻ ഒരു കാര്യത്തിനും ഒരു പോസ്റ്റ്മോർട്ടം എങ്ങനെയാണോ കൃത്യമായിട്ട് ചെയ്യണത് അതുപോലെയാണ് ചെയ്യുമായിരുന്നു. അന്ന് ആ സർജനായിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നെങ്കിൽ മോളുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നും ഈ ദേഹത്തുള്ള പാടുകൾ എങ്ങനെ ഉണ്ടായതാണെന്നും കൃത്യമായിട്ട് വന്നേനെ. അവിടെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ കാരണം അവിടുത്തെ മറ്റുള്ള പല ഡോക്ടേഴ്സും അവിടുത്തെ പല ജോലിക്കാരുമായിട്ട് ഞങ്ങൾ കൂടിക്കാണാൻ ഇടവന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഈ കാര്യം ഇവിടെ ചെയ്യാണ്ടിരുന്നത് ഇവിടുത്തെ അന്നത്തെ സർജൻ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കില്ലായിരുന്നു. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അവര് അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന അല്ലല്ലോ. കാരണം ഇത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? CI സാറ് എവിടെ കൊണ്ട് ഈ കേസ് അവസാനിപ്പിച്ചോ അവിടെ തന്നെയാണ് ക്രൈംബ്രാഞ്ചും വെച്ചേക്കണത്. അത് ഈ കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് അതിനെ അന്വേഷിച്ച ഒരു SI തന്നെ എന്നോട് പറഞ്ഞായിരുന്നു.